നമ്മുടെ ഒപ്പം ഇസ്രയേലിൽ നിന്നും ഡോക്ടർ ജോസ് ലീബ ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ ജോസ് ലീബ. മൊത്തത്തിൽ എങ്ങനെയാണ് അവിടെയുള്ള പ്രവാസികളെ ഇത് ബാധിച്ചിരിക്കുന്നത്? രാജ്യം എത്രത്തോളം സുസജ്ജമാണ് ഇത്തരം ഏറ്റുമുട്ടലുകളെ നേരിടാൻ? ഇവിടെ ആ ഒരു മണിക്കൂർ നേരത്തേക്ക് ആ മിസൈൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഭീതിയുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും വളരെ സേഫാണ്. ബങ്കറിൽ നിന്ന് ആളുകളെല്ലാം പുറത്തിറങ്ങി സാധാരണ പോലെ തന്നെയായി ജനജീവിതം. സാധാരണ പോലെ എന്ന് പറയുമ്പോൾ സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നു. എല്ലാവരും ഓരോ ദിവസവും ഉള്ള ദിനചര്യകളിലൂടെ അങ്ങനെ പതിവ് പോലെ തന്നെ കടന്നു പോവുകയാണോ? എന്നും അങ്ങനെ തന്നെ ഇവിടെ. ശരിക്കും നമ്മൾ കാണുമ്പോൾ നമ്മളിവിടെ യുദ്ധം അങ്ങനെ ഉണ്ടെന്നുള്ളൊരു ചിന്ത പോലും ഇവിടെ ഉള്ളവർക്കില്ല. മലയാളികളാണെങ്കിൽ നമ്മളാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ഒട്ടും ഒരു ഫീലില്ല. ഒരു വാറ് നടക്കണ ഒരു കൺട്രി ആണെന്നൊരു തോന്നൽ പോലും ഇല്ല. ഇന്നലെ ഒരു അരമുക്കാൽ മണിക്കൂർ നേരം ഗവൺമെന്റ് പറഞ്ഞ സമയത്ത് എല്ലാവരും ബംഗറിലിരുന്നു. കുറച്ച് മിസൈൽസ് വന്നു. പക്ഷെ ആ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു നാശനഷ്ടങ്ങളൊന്നും കാര്യമായിട്ട് ഒന്നും ഉണ്ടായില്ല. ആ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായുള്ളൂ. ഈ കെട്ടിടങ്ങളൊക്കെ ജനവാസം ഏറെ ഉള്ള മേഖലകളിൽ ഒന്നും ആയിരിക്കില്ല ഒരുപക്ഷെ മിസൈലുകൾ വന്ന് പതിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ അതെ. അതേപോലെ ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് മാക്സിമം മിസൈൽസ് തകർത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് കാര്യമായ ഒരു ഇതുണ്ടാവാതിരുന്നത്.